രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ബി ജെ പി ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷമല്ല. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഭരിക്കണമെങ്കിൽ നിതീഷ് ഷുഡ് ബി ഹാപ്പി. പിന്നെ അവിടെയുള്ള ആർഎസ്എസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ചാകാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ ഇതിനു വേണ്ടി ചാകാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഭീഷ്മരെ പോലെ. അപ്പോൾ അവരങ്ങനെ പണിയെടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് പിന്നെ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ സർവ്വസസ്യ അഭിയാനം പോലുള്ള കാര്യങ്ങൾ വരുന്നു. പക്ഷേ ആ ദിവസം അവർ ഗാന്ധിയൻ ടൈപ്പ് ഓഫ് ഒരു മൂവ്മെൻറ്റ്, ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് മൂവ്മെൻറ്റൊക്കെ കൊണ്ടുവന്നു. അതിനവിടെ സ്കോപ്പുണ്ട് കേട്ടോ. തൊടൊറ്റ സീറ്റും കിട്ടിയില്ല കഴിച്ചിട്ട് എഴുതി തള്ളവും വേണ്ട. കോൺഗ്രസ് ബേസിക്കലി ഇപ്പം എന്താ, ഇറ്റ്സ് എ മുസ്ലിം പാർട്ടി. ആർഎസ്എസിനെതിരെ ബി ജെ പിക്കെതിരെ നിൽക്കുന്നത് മുസ്ലിം പാർട്ടി എന്നുള്ള ഇമേജാണ് കോൺഗ്രസ്സിന്. അങ്ങനെ കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബീഹാറിലെ വലിയ വിജയം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എല്ലാവരെയും എത്തിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേരളം, ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർ കടന്നു കയറുമോ? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ബീഹാറിൽ ഒരു 140, 150, ഏറിയാൽ 160 ഇത്രയും സീറ്റാണ് എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നത് പലരും. ഈവൻ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ എതിർപക്ഷത്ത് നിന്ന് വാർത്തകൾ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പോലും അവരുടെ വിജയം അവിടെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ പ്രഡിക്ഷനൊക്കെ തന്നെ അപ്പുറമായി അവർ നേടിയ വിജയത്തിൻ്റെ പിന്നിലെ എൻജിനീയറിങ്ങിനെ തേടുകയാണ് ഇപ്പോൾ പലരും. എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത്? അത് സിമ്പിളല്ലേ, ഇതൊക്കെ പപ്പ് വെച്ചത് അല്ലേ, സ്ലിങ്ങുമായി വെച്ച പോലെ ഇതൊക്കെ എന്ത്. അത് സിമ്പിളാണ്. കഴിഞ്ഞ തവണ നേടിയ ഒരു വിജയം, അതാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു ആത്മവിശ്വാസം, അതിൽ കിടന്ന ആത്മവിശ്വാസം കൊടുത്തത്. ഒന്നാമത്തെ പ്രിമൈസ് അതാണ്, കഴിഞ്ഞ തവണ നേടിയ വിജയം. രണ്ടാമത്തെ പ്രിമൈസ് എന്ന് വെച്ചാൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമാണ് ബീഹാർ. അതുകൊണ്ട് ബീഹാറിൽ ബി ജെ പിയെ പോലെ ജാതിയെ മാനിക്കാത്ത ഒരു ഹിന്ദുത്വ പാർട്ടിക്ക്, ആർഎസ്എസ് ഈസ് എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം, അറിയാലോ. കാസ്റ്റ് സിസ്റ്റത്തെ അവർ വർണ്ണാശ്രമ ധർമ്മങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഡൽഹി എഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം. ഇതെവിടെയാണ് ഇതിൻ്റെ പേരുകൾ ഇല്ലാതാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു തിയററ്റിക്കലായിട്ടുള്ള നിലപാട്. അപ്പോൾ അതുകൊണ്ട് ഈ കാസ്റ്റ് ഡിവൈഡ് ചെയ്തൊരു സൊസൈറ്റിയിൽ ജയിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് സോഷ്യലിസ്റ്റ് ആയിരിക്കാൻ ജയിക്കാൻ പറ്റുമെന്നുള്ളതിന് ഇവരുടെ ധാരണ. ഈ രണ്ട് ധാരണകളും തെറ്റായ പ്രിമൈസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കാലത്തിനനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പുറത്തോ ഒരു സമൂഹത്തിൻ്റെ സമൂഹ രൂപീകരണ പ്രക്രിയ മനസ്സിലാകാത്തതിൻ്റെയോ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ തവണ എന്തുകൊണ്ട് ഇവർക്കൊരു മുൻതൂക്കം കിട്ടിയെന്ന് വെച്ചാൽ ബി ജെ പിയിലെ ചിലരും രാംവിലാസ് പാസ്വാൻ്റെ മോൻ ചിരാഗ് പാസ്വാനും അതുപോലെ ജിതിൻ റാം മോഞ്ചി, അവൻ്റെ പേരിൻ്റെ കൂടെ ആ മാൻ്റെ വേറെ സാധനം മാറ്റി കൊടുത്താലേ ശരിക്കുള്ള പേരാവുള്ളൂ. കാരണം ഈ നിതീഷ് പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയതാണ്, പിന്നെ സ്വന്തം പാർട്ടി ഉണ്ടാക്കിപ്പോയി. അതിശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ജിതിൻ റാം മാഞ്ചി. ഞാൻ എന്ത് മാറ്റണമെന്ന് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു. ഇവനെല്ലാം കൂടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥികളെ കാലുവായി. ഇതാണ് ഇവരെ വിജയത്തിലേക്ക് നയിച്ച കാരണം. അപ്പോൾ അതിൻ്റെ പുറത്താണ് നിതീഷ് ഈ പറയുന്ന മറ്റേ സഖ്യം വിടുന്നു, അല്ലെങ്കിൽ എന്താണ് മറ്റേ ലാലു പ്രസാദിൻ്റെ മോൻ തേജസ്വി യാദവ്, ഒരു ഉല്ലുക്ക പാട്ട എന്നവനെ കണ്ടാൽ തന്നെ മതി. ആ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളങ്ങ് എടുക്കുമല്ലോ, ഈ മീഡിയേൻ്റെ ഒരു സ്വഭാവം. നിങ്ങൾക്ക് ആരെയും വേണമല്ലോ, എങ്കിലല്ലേ നിങ്ങളെ പണി നടക്കുള്ളൂ. അങ്ങനെ വലിയൊരു ഡിസ്കോഴ്സ് ഉണ്ടായിക്കൊണ്ട് വന്നത്. ഇത്തവണ എന്താ സംഭവമെന്ന് ചോദിച്ചാൽ ബി ജെ പി അവിടെ രണ്ട് കാര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു ലെസൺ ബി ജെ പിയുടെ മുന്നിലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ബി ജെ പി ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷമല്ല. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഭരിക്കണമെങ്കിൽ നിതീഷ് ഷുഡ് ബി ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ചത്തു പണിയെടുത്തിട്ടുണ്ട്. ബി ജെ പി അതിൻ്റെ ഇടക്കളിയൊന്നും കളിച്ചിട്ടില്ല. ഈ ജിതിൻ റാം മാഞ്ചിനോടും പറഞ്ഞ് പണിയെടുത്തോ, അല്ലെങ്കിൽ ഈ ബി ജെ പി എന്ന സാധനം ഇല്ലെങ്കിൽ ഈ മാഞ്ചി ഒന്നൊരു ഒരു മണ്ണാങ്കട്ടയല്ലല്ലോ. അയാൾ പിന്നെ ഈ മാമ്പഴക്കാലത്ത് അണ്ണാൻ മാവിൻ്റെ വളയുന്ന പണി ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അയാളുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അയാളും വലിച്ചില്ല. ചിരാഗ് പാസ്വാനാണ് അച്ഛൻ ചത്തു, അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഇവനൊക്കെ എന്തുകൊണ്ട് രാഷ്ട്രീയം ആവുന്നില്ല, തന്ത നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പം ഇനി കളിച്ചാൽ മോഡി ഇട്ട് പണി, നിതീഷ് ഇട്ട് പണിയും. പിന്നെ അവസാനം ഒന്ന് ബി ജെ പിക്കാർ അവിടെ ഉള്ള വോട്ട് ബി ജെ പിക്കാർ പോക്കറ്റിലാക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അവനും പണിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ വോട്ട് കൺസോളിഡേറ്റഡ് ആയിരുന്നു.
ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ കാസ്റ്റ് ഡിവൈഡ് ചെയ്ത സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇവിടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്തുള്ള കേരളത്തിലൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് വിവേകാനന്ദ സ്വാമിജി ഈ നാട് മൊത്തം സഞ്ചരിച്ച് കേരളത്തിൽ തൃശ്ശൂർ വന്നിട്ട് അങ്ങനെ വന്നത് ഭ്രാന്താലയാണ്. ആ സൊസൈറ്റി ഇങ്ങനെ മാറിയില്ലേ. അതിന് നവോത്ഥാനത്തിന് തുടർച്ചയായി വന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അത് ഞങ്ങൾ മാത്രം, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ പ്രസ്ഥാനങ്ങളിൽ ഒക്കെ സംഭവിച്ചൊരു കാര്യം വെച്ചാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടർച്ചയില്ലാതായിപ്പോയി എന്നുള്ളത്. അവിടെ പിന്നെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി വന്നു. അത് കാര്യം ജന്മിത്വത്തിനൊക്കെ ആ രീതി തന്നെ ശക്തമായ സ്വാധീനം ഉണ്ടായി. ബേസിക്കലി ഇവരുടെ വലിയ സ്റ്റാർവാൾട്സ് എന്ന് പറയുന്ന എല്ലാ നേതാക്കന്മാരും ഉത്തരേന്ത്യൻ ജന്മിമാരായിരുന്നു. ആ ജന്മിത്ത ആറ്റിറ്റ്യൂഡ് അവർക്ക് പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ സീനിയറായ എം പിമാരാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ സി കെ ചന്ദ്രപ്പനോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ എന്നൊക്കെ യങ്ങസ്റ്റ് എം പി ഇവന്മാരുടെ ഈ പിന്നെ പറയാം ജന്മിത്ത മനോഭാവം. ഇവരൊന്നും മൈൻഡ് ചെയ്യും. സി കെ ഒന്നും മൈൻഡ് ചെയ്യില്ല. സി കെനോട് മൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റാണ് മൈൻഡ് ചെയ്താൽ പോലെ സോഷ്യലിസ്റ്റാണ് മൈൻഡ് ചെയ്യും. ജന്മിത്ത സ്വഭാവം കാണിക്കുന്ന സോഷ്യലിസ്റ്റ് എന്തിനാണ് മൈൻഡ് ചെയ്യും? അതേ മൂപ്പരാൻ പാടെ. അപ്പോൾ ഇവർ പറയും കേരളത്തിലെ എം പിമാർ ഭയങ്കര അഹങ്കാരികളാണ് എന്ന് പറയും. അപ്പോൾ അതങ്ങനെ ഡിവൈഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് പൊളിറ്റിക്സാണ് ഇത്രയും കാലം കടന്നു പോയത്. അപ്പോൾ ആദ്യം ഗുണം കിട്ടിയ ബ്രാഹ്മിൺസിനും ഈ ഠാക്കൂർമാർ ഈ കമ്മ്യൂണിറ്റിക്കൊക്കെയാണ് അതിൻ്റെ കോൺഗ്രസ് കാലഘട്ടത്തിൽ ഗുണം കിട്ടിയത്. അതുകൊണ്ടാണ് ഒരു അവസരം കിട്ടി സംവരണ വർഷം വന്നപ്പോൾ ഇവർ ഈ OBC വിഭാഗങ്ങളെല്ലാം കോൺഗ്രസിനെതിരെ തിരിയുകയും അവർ സോഷ്യലിസ്റ്റ് പക്ഷത്ത് കൂടുതൽ ശക്തരാവുകയും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ബ്രാഹ്മണ വോട്ട് ബാങ്ക് BJP പിടിക്കുകയും ചെയ്തു. അവിടെ കോൺഗ്രസ് ഇല്ലാതായി പോകുന്നു. കർപ്പൂരി താക്കൂർ വോട്ടാണ് കോൺഗ്രസ് ഇല്ലാതായി പോകുന്നൊരവസ്ഥ. കാരണം കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ജാതി കളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ നിതീഷ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നിതീഷും BJP പണ്ടേ അവിടെ അടുത്ത ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാസ്റ്റിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അതായത് പണ്ട് അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി ജനങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി ആരും ഒന്നും ശ്രമിച്ചില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അതുവരെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചത്. ജനങ്ങളല്ല, ഈ ജനങ്ങളുടെ നേതാക്കന്മാരുണ്ടാവുമല്ലോ, ഏതെങ്കിലും അലവലായി അവന് അവൻ്റെ മക്കളൊക്കെ അവരൊക്കെ ജനിക്കുന്നത് MLA-മാരാവാനാ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രസാദത്തിൽ തന്ത കുറേ പണിയെടുത്തിട്ടുണ്ട്. തന്ത പിന്നെ ചെയ്തത് കുറേ മക്കളുണ്ടാക്കി വെച്ചു. ഈ മക്കളെ ഓരോരുത്തർ പൊസിഷനിൽ ഇരുത്തുക എന്നുള്ളതായിരുന്നു. അല്ലാതെ തേജസ്വി യാദവിന് എന്താണ് പ്രത്യേകിച്ചുള്ളത് പറയാൻ മാത്രം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ കുടുംബത്തിലൊക്കെ പിള്ളേർ ജനിക്കുന്നത് വിജയ് പറഞ്ഞ പോലെ MLA MP ആവേ. നമ്മളെ വീട്ടിലൊക്കെ പിള്ളേർ ജനിക്കുന്നത് ഗുണ്ടകളാവേ. എന്തായിരുന്നു അവിടെ കാര്യം? അപ്പോൾ ജംഗിൾ രാജ്യം എന്നായിരുന്നു അവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മണ്ഡൽ പിന്നെ ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന OBC വിഭാഗങ്ങൾ കൂടി അധികാരത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ പിന്നെ റൂളിംഗ് ക്ലാസ് പുതിയൊരു ഹൈ കാസ്റ്റായിട്ട് അവന് മാറി. അതാണ് ഒരു വ്യത്യാസം. പക്ഷേ അത് ജനാധിപത്യത്തിൻ്റെ വളർച്ചയാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ മുമ്പ് ബ്രാഹ്മൺസും ക്ഷത്രിയാസും മാത്രം കൈകാര്യം ചെയ്ത സ്ഥലത്ത് അതേ മൊഡ്യൂളിൽ ഇവരും വന്നു എന്നുള്ളതാണ്. RSS വളരെ സജീവമായിട്ട് പണ്ടേ അവർ ഈ കാസ്റ്റിനെതിരായതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്ദുത്വ സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കാസ്റ്റ് അതിശക്തമായ സൊസൈറ്റിയിൽ അത് അത്ര വേരുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വേരുപിടിക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണഭോക്താക്കളായ രാഷ്ട്രീയക്കാർ അതിന് എല്ലാ രീതിയും ബ്ലോക്ക് ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അവിടെയുള്ള RSS എന്നൊക്കെ പറഞ്ഞാൽ ഈ ചാകാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ ഇതിനു വേണ്ടി ചാകാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഭീഷ്മരെ പോലെ. അപ്പോൾ അവരങ്ങനെ പണിയെടുത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് പിന്നെ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ സർവ്വസസ്യ അഭിയാനം പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് കിട്ടുന്നു. അവരിലെല്ലാം തന്നെ ഈ ജാതി കൊണ്ട് ഗുണം കിട്ടിയവർക്ക് ലാലു പ്രസാദിന് അതിൻ്റെ മക്കൾക്ക് ഇവർക്ക് ഗുണം കിട്ടിയത് പ്രത്യേകിച്ച് ഗുണം കിട്ടിയില്ല. പിന്നെ ഈ ജിതേന്ദ്ര മാഞ്ചിയെ പോലുള്ള ആളുകൾ ജാതി കൊണ്ട് രക്ഷപ്പെട്ടു. ഈ ചിരാഗ് പാസ്വാന് എന്ത് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിട്ടാണ്? ആ ജാതി കൊണ്ട് രക്ഷപ്പെട്ടു. ഈ പറഞ്ഞില്ല അവൻ തന്നെ അവൻ്റെ അച്ഛൻ ഈ ഒരു കല്യാണം കഴിച്ച് അപ്പോൾ ആ കൊച്ചിൻ്റെ നക്ഷത്രം കൊണ്ടാണ് ഇവൻ രാഷ്ട്രീയത്തിൽ രക്ഷപ്പെട്ടത്. എന്നിട്ട് കല്യാണം കഴിച്ച് പിന്നെ മന്ത്രിയൊക്കെ ആയപ്പോൾ ആ കൊച്ചു പോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന വേറൊരുത്തിനെ കിട്ടി. അതാണ് എൻ്റെ അച്ഛൻ്റെ ചരിത്രം. ഇവിടെ അടുത്ത കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ ആരാധ്യ പുരുഷനായിരുന്നു രാംവിലാസ് പാസ്വാൻ. സഫ്തർജംഗ് റോഡിലെ മറ്റേ ഇയാളെ വീട് ഞങ്ങാണുണ്ട്. എന്നിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ വീടിൻ്റെ മുന്നിൽ കൂടെ പോയി. എനിക്ക് എന്നും പുച്ഛ അയാളോട്. ഒരു പെണ്ണിനെ കെട്ടി അവളുടെ കഴിവുകൊണ്ട് അവളുടെ ഒരു നമ്മൾ പറയില്ലേ ഒരു എന്താ പറയുന്നത് നമ്മുടെ അതിൻ്റെ പുറത്താണ് ചാമുമല്ല അതിന് പറയുന്ന ഒരു പേരുണ്ട് ഭാഗ്യനക്ഷത്രം. അങ്ങനെ നമ്മൾ ഭാഗ്യം തെളിയുന്ന പോയി അതിൻ്റെ പുറത്താണ് രക്ഷപ്പെട്ടു. പിന്നെ ആ കൊച്ചു പോലെ അതാണ് അവൻ്റെ അച്ഛൻ്റെ അടുത്ത്. അപ്പം ഇവന്മാർക്കൊക്കെ ജാതി കത്തിച്ചേർത്താണ് നിൽക്കുന്നത്. അപ്പം RSS നേരിട്ട് അവന്മാരെ തല്ലിന് പോയി കഴിഞ്ഞാൽ പിന്നെ RSS ഹിന്ദു വിരുദ്ധമാവും മറ്റേ അവരുടെ ഉള്ളിൽ കൂടെ പണിയെടുത്തു. ആ സമയത്താണ് പക്ഷേ BJPക്കാർ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പാടില്ല. അവർ സോഷ്യലിസ്റ്റുകൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. പിന്നെ അതിൽ കുറച്ച് RSSന് ഉപയോഗിക്കാൻ പറ്റിയ സാധനം സോഷ്യലിസത്തിലുണ്ട്. അപ്പോൾ ഇത് അവർ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ തകർത്തു.
കോൺഗ്രസിനെ തകർത്തു. പിന്നെ ഈ സോഷ്യലിസ്റ്റുകൾ എന്ന് വെച്ചാൽ പല ദിശയിൽ കെട്ടിയിരിക്കുന്ന ഒരു കുതിരകളെ കെട്ടിയിരിക്കുന്ന കുതിരവണ്ടിയാണ്. അത് കുതിരകൾ ഓരോ ദിശയിൽ ഓടുമ്പോൾ ഈ വണ്ടി പൊട്ടിപ്പോകുന്ന അവർക്ക് അറിയാം. അപ്പോൾ അവർ പുതിയ വണ്ടിയായിട്ട് വരും. അതാണ് BJP. ഓക്കെ. അതിൽ അപ്പം ഈ പുതിയ ഈ സർവശിക്ഷ അഭിയാനം കഴിഞ്ഞ് വന്ന പിള്ളേർ ഈ ജാതിനെക്കാട്ടും കൂടുതൽ അവർ നോക്കുന്നത് ഹിന്ദു എന്നുള്ള കൾട്ട്, പിന്നെ അവരുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷന് അനുരൂപമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിനെ അവർ കിട്ടി. ഓക്കെ. നിതീഷ് മുഖ്യമന്ത്രിയായപ്പോൾ നിതീഷ് ഞാൻ ഡൽഹി പഠിക്കുമ്പോൾ നിതീഷ് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വൈരനിരാതന്ത്രമൊന്നുമില്ല. ഈ ബീമാരു സ്റ്റേറ്റുകൾ, ഇന്ത്യയിലെ ഏറ്റവും തല്ലിപ്പൊളി ഏറ്റവും സാമ്പത്തിക വളർച്ച വന്ന സ്റ്റേറ്റുകളാണ് ബീമാരു സ്റ്റേറ്റ്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒറീസ, UP. ഇതാണ് ബിമരു. ബിമരു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അറിയാമല്ലോ, അസുഖമാണ് ബീമാർ. ഈ സ്റ്റേറ്റുകളിലൊന്നായ ബീഹാറിനെ ഒരു വികസിത സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് അയാൾ പ്രഖ്യാപിച്ചത്. ഞാൻ ലാലുവിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന്. അയാൾ മര്യാദ നിരാധനത്തിന് പോയില്ല, അയാൾ ഈ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് അതിൻ്റെ ഗുണം പൊതുവെ എല്ലാവർക്കും കിട്ടി. എനിക്ക് പണ്ട് എൻ്റെ റൂംമേറ്റ് അവിടെ JNUവിൽ ഒരു മുസ്ലിമായത്. ഉത്തരേന്ത്യൻ മുസ്ലിം നിങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് BJPനെ കണ്ടെടുത്താൽ കണ്ടുണ്ട്. അവരുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ സത്യം അവർ കാരണമാണ് ഈ RSS ഉണ്ടായത് തന്നെ. അവർ ഈ ഹിന്ദു രാജാക്കന്മാരെ കൊല വിളിച്ച് ഭരണം ഉണ്ടാക്കി, പിന്നെ അങ്ങനെയൊക്കെ അതാണ് RSS ഉണ്ടായ ഒരു കാരണം, ഒരു ആറ്റിറ്റ്യൂഡ് ഘടകമാണ്. അപ്പം ഇവൻ എന്നോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇലക്ഷൻ നമ്മളൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിതീഷ് തോൽക്കണം തന്നെ BJPൻ്റെ അലയാണല്ലോ. നിതീഷ് ആയേക്കാ നമ്മൾ സപ്പോർട്ട് വരെ ഇത് BJP അല്ലേ, നിങ്ങൾ ഈ ഗുജറാത്ത് കലാവൊക്കെ കാണുന്നിട്ട് അവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. നിതീഷ് അവിടെ നെക്സലുകൾ നമുക്ക് ഭയങ്കര ഭീഷണിയാണ്. അത് നിതീഷ് അവരെ കൊതിക്കും. ഓക്കെ. അപ്പോൾ ഇവൻ്റെ കുടുംബം അവൻ വല്ല ഷെയ്ക്കോ അങ്ങനത്തെ ഫാമിലി, അവൻ പുരോഹിതനാണ്. ഞാനിവനെ ഒറ്റ സാഡിൻ്റായിട്ട് പിരിഞ്ഞാണ്. പുരോഹിതൻ എന്ന് വെച്ചാൽ നമ്മളിവിടെയുള്ള പുരോഹിതന്മാർ പോലല്ല, കമ്മ്യൂണൽ സ്വഭാവമുള്ള പുരോഹിതന്മാർ. പുരോഹിതനാവേ ഇവൻ്റെ കുടുംബം വരെ നിതീഷിന് അന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു വല്ലാതെ നമുക്ക് മനസ്സിലാകാത്തൊരു കെമിസ്ട്രിയാണ്. നമ്മൾ വിചാരിക്കുക ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ RSS തന്നെ കണ്ട് BJP കണ്ടാണ് വെടിവെക്കാൻ കഴിയുന്നത്, അവരാണ് നിതീഷിന് വോട്ട് ചെയ്തത്. ഓക്കെ. അങ്ങനെ ഒരു സാഹചര്യം ഉത്തരേന്ത്യയിലുണ്ടോ അതോ ബീഹാറിൽ മാത്രം നിൽക്കുന്നു? ബീഹാർ ഉത്തരേന്ത്യയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. പക്ഷേ അത് കാരണം എന്ന് വെച്ചാൽ JDUവിന് അവർ അങ്ങനെ ആൻറ്റി BJP താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവരുടെ സഖ്യകക്ഷിക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നിതീഷ് ഏത് സൈഡിൽ നിന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ നിതീഷ് നടത്തിക്കൊണ്ടു. കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രൊട്ടക്ഷനൊക്കെ നിതീഷ് വന്നതിന് ശേഷം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കൂടുതൽ സ്കൂളുകൾ വന്നു, റോഡുകൾ വന്നായി, അഴിമതി ഓൾമോസ്റ്റ് ഇല്ലാണ്. മറ്റേത് 10 രൂപ ചിലവാക്കി ജീവാന്തി പറയുമ്പോൾ 100 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ 10 രൂപ എത്തില്ല, 110 രൂപയും പോവും, ഇങ്ങോട്ട് പോവും. ഈ സ്വകാര്യ വ്യക്തികളും രാഷ്ട്രീയക്കാരുടെ കയ്യിൽ പോവുകയായിരുന്നു. എന്ന് വെച്ചാൽ 10 രൂപ കടം കൂടി എടുക്കും, അതും ഗവൺമെൻറ് എക്സൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കും 100. അപ്പോൾ അത് മാറ്റി എന്നുള്ളതാണ് അയാളുടെ. അതാണ് BJP അയാളെ കളയാനും പറ്റത്തത്. ഓക്കെ. അത്രയും ബാക്ക്വേർഡ് ആയിരുന്ന ഒരു ഒരു സാമൂഹിക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിൽ വളരെ സാവധാനത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നത് രണ്ട് ഘടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. RSS വളരെ പതുക്കെ, അത് ഇവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിലും അവിടെ ആ പ്രദേശത്തെല്ലാം തന്നെ വളരെ പതുക്കെ അവർ ഹിന്ദുത്വ അനുകൂല മെൻറ്റാലിറ്റിയിലേക്ക് മാറ്റി. ഹിന്ദുത്വ അനുകൂല എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കളെ യോജിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് സാധനം. മുസ്ലിം വിരുദ്ധത അതിൻ്റെ താൽക്കാലികമായ പ്രകട രൂപം മാത്രമാണ്. അതിന് ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ വേറൊരു ഘടകമല്ലോ. ഒരു ശത്രു ഉണ്ട് തന്നാലേ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അവന്മാർ ജാതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്വകാര്യ ആൻറ്റി മുസ്ലിം സാധനം പോകും, അതവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അവർ. പക്ഷേ അതിലെ മുസ്ലിം വിരുദ്ധത എന്നുള്ളവരെ അവരെ സംബന്ധിച്ച് ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്നുള്ളതാണ് അവരുടെ സാധനം. അതവിടെ വർക്കൗട്ടായി. അത് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ കാറ്റലൈസ് ചെയ്തിട്ടുള്ള ഫോഴ്സാണ് നിതീഷ്. ഓക്കെ. നിതീഷ് എവിടെ നിന്നാലും ജയിക്കും. നിതീഷ് ഫിക്സഡ് വോട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു ജനപ്രിയനായിരുന്നു. പിന്നെ എന്നോട് പലരും ഈ സമയത്ത് ചോദിച്ചപ്പോൾ വേറെ എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് UPAയുടെ സാധ്യത എന്ന് ചോദിച്ചാൽ, UP ഇൻ ദ സെൻസ് ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒന്നുകിൽ ജനങ്ങൾക്ക് അങ്ങനെ കണ്ട് മടുക്കണം. നമുക്ക് സ്വിഫ്റ്റ് കാർ നമുക്ക് പറ്റിയ നല്ല കാറാണ്, പക്ഷേ അവസാനം ഞാനൊക്കെ വണ്ടി എടുക്കുന്നത് സ്വിഫ്റ്റ് വേണ്ടാന്ന് ആലോചിച്ചിട്ടാണ് വേറെ വണ്ടി എടുത്തത്. നമുക്ക് കണ്ട് മടുക്കുമല്ലോ. പിന്നെ അതേപോലെ ഈ പറയുന്നതിൻ്റെ അതിൽ അവിടെ നമ്മുടെ മറ്റേ ഇവനുണ്ടല്ലോ, മോഡീനെ മമതേനൊക്കെ ഇലക്ഷൻ പ്രശാന്ത് കിഷോർ ഗാന്ധിയൻ ടൈപ്പ് ഓഫ് ഒരു മൂവ്മെൻറ്റ്, ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് മൂവ്മെൻറ്റൊക്കെ കൊണ്ടുവന്നത്. അതിനവിടെ സ്കോപ്പുണ്ട് കേട്ടോ. തവണ സീറ്റും കിട്ടിയില്ല കഴിച്ചിട്ട് എഴുതി തള്ളവും വേണ്ട. ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ ആദ്യത്തെ ഇലക്ഷൻ അയാൾ വരെ തോറ്റുപോയതാണ്, ഇത്രയും വലിയ ലെജൻഡായിട്ട് പോലും. അതൊന്നും നോക്കണ്ട. അപ്പം അയാൾ ആ മൂവ്മെൻറ്റ് കുറച്ച് എവിടെ നിന്ന് വോട്ട് അവിടെ വോട്ട് BJP കിട്ടാൻ സാധ്യതയുള്ള പ്രോഗ്രസീവ് കൈൻഡ് ഓഫ് വോട്ടാണ്. പ്രോഗ്രസീവ് ഇവിടുത്തെ അർത്ഥമല്ല. അവിടെ ജനങ്ങൾക്ക് വേണ്ടി വല്ല അഴിമതി കാര്യമായിട്ടില്ല എന്ന് ചെയ്യുന്നതിനാണ് അവിടെ പ്രോഗ്രസീവ്. ഇവിടെ പ്രോഗ്രസീവ് നമ്മളീ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകുന്ന നാട്ടുകാരെ ഓടിച്ചു വിടും മനസ്സിൽ. അപ്പം അയാൾക്ക് പിടിക്കുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ഒരു പക്ഷേ BJP ഹാം ചെയ്യും. അതാണ് ഈ രണ്ട് സാധ്യത മാത്രമേ ബീഹാറിൽ
കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ഇനിയും അയാളെ തന്നെ മതി. ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ജനങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ജംഗിൾ രാജിൻ്റെ ഒക്കെ പേടി മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി ജനങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താനും NDA മുന്നണിക്ക് സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ആ ഒരു ഫീല് എന്തായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറേ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗും നടത്തി BJPയുടെ ഭാഗത്ത് നിന്ന് അല്ലേ? എല്ലാവരെയും ഒരുമിച്ച് ഇപ്പോൾ പറഞ്ഞത് അതായത് ഹിന്ദുത്വ ലൈനിൽ എല്ലാവരെയും ന്യൂ ഒരുമിച്ച് നിർത്തുക. ജനറേഷൻ്റെ ഇടയിൽ ഇപ്പോൾ ഹിന്ദുത്വ ലൈനിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ കാസ്റ്റുകളെ പിണയ്ക്കുകയൊന്നും ചെയ്തില്ല. അതാണോ അതിൻ്റെ ഫലമായിട്ടാണോ കുറേയേറെ യാദവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ സാധിച്ചത്? ഈ RJDയുടെ ഒരു വോട്ട് ബാങ്ക് ആണല്ലോ യാദവ മുസ്ലിം വോട്ട്. അതാണല്ലോ RSSയുടെ പരിപാടി. അപ്പോൾ അതിലേക്ക് കടന്നു കയറാൻ സാധിച്ചു. കേരളത്തിൽ അവർ പാരായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് TMമാരുടെ ഈഴവരെയല്ലേ. അതാണ് CPMൻ്റെ ഫിക്സണാണ്. അവർ വളരെ ബോൾഡായിട്ട് അതിനുള്ളിൽ നോക്കി നോക്കാം. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത്തരത്തിൽ അതായത് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ വരുന്നു, നടപ്പിലാക്കുന്നു. ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ ആളുകൾ അങ്ങനെ നിങ്ങൾ പ്രഖ്യാപനം ആർക്കും കൊടുക്കാം. ഇപ്പോൾ പ്രകടന പത്രിക എന്നുള്ള വാക്ക് തന്നെ രാജീവ് ഗാന്ധി കൊണ്ടുവന്നത് ഈ സാധനം. അത് പക്ഷേ രാജീവ് ഗാന്ധി വലിയ രീതിയിൽ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ വിപ്ലവമാക്കാൻ മൂപ്പര് കൊണ്ടുവന്നതാണ്. പക്ഷേ മൂപ്പർക്ക് അതിൻ്റെ തുടർച്ച ഇല്ലാതാക്കാൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടത് പ്രകടന പത്രിക അതിൻ്റെ വൈക്കും ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ മോഡിയാണ് പ്രകടന പത്രികയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണ് മാർക്ക് ലിസ്റ്റൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പുറത്തുന്ന സംവിധാനം മോഡിയാണ് കൊണ്ടത്. മോഡിനെ കണ്ട് മറ്റെല്ലാവരും തുടങ്ങി ഞങ്ങൾ ഇത്ര ചെയ്തു എന്ന് ഇപ്പോൾ അക്കൗണ്ടബിളായി. രാഷ്ട്രീയക്കാർ സ്വയം അക്കൗണ്ടബിൾ ആയി തുടങ്ങി. അങ്ങനെ മോദി അതിന് ഉത്തരവാദിയാണെന്ന് പറയാം. മോദി നിതീഷ് ഇവരൊക്കെ സമകാലികരാണ് മുഖ്യമന്ത്രിമാരെന്ന രീതിയിൽ. നിതീഷും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോദി നിതീഷ് ഇവരൊക്കെയാണ് അത് അക്കൗണ്ടബിൾ ആക്കിയത്. പിന്നെ അൻപ് ആദ്മി മൂവ്മെൻറ്റ് വന്ന സമയത്ത് ആ ജനങ്ങളുടെ അവകാശം എന്ന് ജനങ്ങൾക്ക് തോന്നി. ഇപ്പോൾ കേരളത്തിൽ നോക്കി പിണറായിൻ്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ റിപ്പോർട്ട് കാർഡ് പ്രോഗ്രസ് കാർഡാണ്. ഇത് വെച്ചിട്ടാണ് മുമ്പ് ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. ടിക്കറ്റ് തന്നെ ഒരു ഇലക്ഷന് വന്നു. കേരളത്തിൽ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. പ്രഖ്യാപനങ്ങളുണ്ടാവും, പ്രോഗ്രസ് ചോദിച്ചാൽ ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ മറ്റുള്ളവർക്ക് സംഭവിച്ചത്, അതായത് 75 നിന്നാണ് തകർന്ന തരിപ്പണമായ RJD താഴേക്ക് പോകുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. അപ്പോൾ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് വോട്ടുണ്ടെങ്കിലല്ലേ അവരുടെ വോട്ട്. കോൺഗ്രസ് ബേസിക്കലി ഇപ്പം എന്താ, ഇറ്റ്സ് എ മുസ്ലിം പാർട്ടി. RSSനെതിരെ BJPക്കെതിരെ മുസ്ലിം പാർട്ടി എന്നുള്ള ഇമേജാണ് കോൺഗ്രസിന്. അങ്ങനെ കോൺഗ്രസിൽ നിൽക്കാൻ പറ്റും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അത് ബ്രാഹ്മിൺസ്, മുസ്ലിംസ്, ദളിത് ഇവരുടെ എല്ലാ സപ്പോർട്ടുണ്ട്. ഓരോരുത്തർ ആദ്യം പോയത് മുസ്ലിംസാണ്. ഷബാനു കേസോട് മുസ്ലിംസ് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് പറയും. കാരണം അതോടുകൂടി കോൺഗ്രസ് ആകുന്നു. പിന്നെ കോൺഗ്രസ് ആയിരുന്നു തുടങ്ങിയപ്പോൾ ഓരോരുത്തരായി കോൺഗ്രസിനെ വിട്ടുപോയി. അവസാനം പിന്നെ മുസ്ലിംസ് BJPക്കാരെ പഠിച്ച് തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ് അവിടെ അല്ല. മുസ്ലിംസ് അങ്ങനെ പല മണ്ടത്തരവും കാണിക്കും. പിന്നെ പക്ഷേ അതിൻ്റെ പുറത്ത് മുസ്ലിംസ് മാറിയെന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിംസിനെ പോലെ അവിടെയും ഗൾഫുകാരൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം നാട്ടിലെ മുസ്ലിംസിന് കിട്ടുന്നില്ല. മുസ്ലിംസിന് മെൻറ്റാലിറ്റിക്ക് മാറ്റം വരുന്നില്ല. അവരിപ്പോഴും ആ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുകയാണ്. ഈ പറഞ്ഞ മുല്ലാമാർ പറയുന്നതും കേട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയില്ല. അവർ കോൺഗ്രസിനെ വിട്ടു. നല്ല തീരുമാനം. കോൺഗ്രസ് അവരെ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. പുരോഗതിയില്ല. ഇന്ത്യയിലെ ഏറ്റവും കഴിഞ്ഞ ഒരു 50 വർഷത്തിന് ഏറ്റവും പിന്നോക്കം പോയിട്ടുള്ള വിഭാഗം മുസ്ലിംസ് ആയിരിക്കും കേരളത്തിൽ വെച്ച്, എസ്പെഷ്യലി ഉത്തരേന്ത്യയിൽ. വിഭജനം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട് അവിടെ. അതുമാത്രമല്ല അവരെടുത്ത നിലപാടുകൾ വളരെ കൺസർവേറ്റീവാണ്. ഷഹബാനു കേസാണെങ്കിലും ഒരു ഡിസ്കഷൻ മുസ്ലിംസ് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ഡിസ്കഷനോ പോസിബിൾ അല്ല. അതുണ്ടാക്കിയൊരു പ്രോബ്ലം ഉണ്ട്. അതാണ് കാര്യം. അപ്പം അങ്ങനെ അപ്പം മുസ്ലിം RSS വിരോധം അല്ലെങ്കിൽ BJP വിരോധം മുസ്ലിംസിൻ്റെ മാത്രമേ പ്രശ്നമായി, അല്ലെങ്കിൽ കുറച്ച് ലിബറൽസിൻ്റെ മുസ്ലിങ്ങളെ മാത്രമേ പ്രശ്നമായി മാറുകയാണ്. മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ എത്രയാണ്? ഞങ്ങളിവിടെ 18% ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിന് നമുക്ക് ഏതാണ്ട് 28 ഉള്ളതുകൊണ്ടും കേരളം സെക്യുലർ സൊസൈറ്റി ആയതുകൊണ്ടും ഇവിടെയുള്ള നായന്മാരും തീയന്മാരും ഹിന്ദുത്വം കേൾക്കുമ്പോൾ അവർക്ക് അത് നെഗറ്റീവായി തോന്നുന്നതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ പിടിച്ചെന്ന് തോന്നും. പക്ഷേ ആ ഇവിടെ നമ്മളെ കൊട്ട കോരണത്തിനകത്ത് ആ ഒരു വിചാരവും ഇല്ല. അവർ വിചാരം നമ്മുടെ ശക്തി കണ്ടിട്ടാണ് ഇവിടെ BJPക്കാർ പേടിച്ചിരിക്കുക. അതുകൊണ്ടല്ല ഇത് കുറേ ഹിന്ദുക്കളുണ്ട് ഈ CPMലും കോൺഗ്രസ്സിലും. അവർ ട്രൂലി സെക്യുലറാണ്. അവരാണ് ശരിക്കും ഇവിടെ BJPനെ തടഞ്ഞു നിർത്തല്ല, നമ്മളെ ആളുകളല്ല. അതാണ് BJP അതിന് ഹിന്ദുക്കളെ എങ്ങനെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും കൂടി അടുപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തകർന്നു കഴിഞ്ഞാൽ മാത്രമാണ് കേരളം പിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പം ബീഹാർ വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞിരുന്നു. ബീഹാറിലൂടെ ബംഗാൾ തൊട്ടടുത്ത് കിടക്കുന്നു. അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ കയ്യിലാണ്. അത് കേന്ദ്രത്തിലെ ആളുകൾ മാറുന്നതനുസരിച്ച് മാവും. പിന്നെ BJPക്കാരുടെ മറ്റേ
ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഭയങ്കരമായിട്ട് കൺവേർഷൻ ആഫ്റ്റർ ക്രിസ്ത്യൻ മിഷണറീസ് നമ്മൾ സ്വയം ക്രിസ്ത്യാനികളും വിചാരിക്കേണ്ട. ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകൾ തുടങ്ങിയ സമയത്ത് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് ഒരു രൂപം നൽകുന്നത്. അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റിലെ മിക്ക സംസ്ഥാനങ്ങളും ഇപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള അന്ന് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ പള്ളിയിൽ അച്ഛന്മാർ ഏറ്റവും കൂടുതൽ പ്രചാരകന്മാരും പോയിക്കൊണ്ടിരുന്ന സ്ഥലം കേരളമാണ്. ഇപ്പോൾ രണ്ടും കുറവാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ പ്രചാരകർ അവിടെ പോയിട്ട് ഏകാധ്യ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ച് അവിടെ ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ടായി. പക്ഷേ ഈ ക്രിസ്ത്യൻ മിഷണറീസിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, കോൺഗ്രസ് മിനിസ്റ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങൾ ആസാം വെച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളും, ആസാം മണിപ്പൂർ വെച്ച് മിക്ക പ്രദേശങ്ങളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി, മിക്ക പ്രദേശങ്ങളും മാറി. അപ്പം അതിനെ മറികടക്കാൻ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ട് ആസാം അവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കൺവേർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് RSSൻ്റെ നിലപാടല്ല നോർത്ത് ഈസ്റ്റിനോടുള്ളത്. അവരിവരെയൊക്കെ കൂടെ നിർത്തിയിട്ടാണ് ഗ്രാൻഡ് ഇന്ത്യ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ വേണമെങ്കിൽ ഭാവിയിൽ ഗർവാപ്പസ് നടത്തിയാൽ മതിയല്ലോ. പിന്നെ അവിടെ ക്രിസ്ത്യൻ മിഷണറീസ് വന്നുകൊണ്ട് അവിടെ സത്യത്തിൽ അവിടെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനത്തുള്ള ജനവിഭാഗത്തിൻ്റെ ക്രിസ്ത്യൻ മിഷണറീസ് പോകുന്നത്. അവർക്ക് അവരുടെ അജണ്ടയുണ്ട്, അമേരിക്കൻ അജണ്ടയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവർ അതോടുകൂടി കുറച്ചും കൂടി മുഖ്യധാരയുടെ ഭാഗമാകും. ജെഎൻയുവിലൊക്കെ പോയി ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ ഈ ഹോട്ടലുകളിലൊക്കെ തന്നെ. അതാ അവർ ക്രിസ്ത്യൻ മിഷണറീസ് അധികം കേരളത്തിൽ പോയ ആളുകൾ പങ്കുവച്ചിട്ട് പങ്കുണ്ട്. പക്ഷേ അവരുടെ അജണ്ട ഈ റോമ കത്തോലിക്ക സഭ അല്ലല്ലോ ഇത്, മറ്റേത് അമേരിക്കൻ സാധനങ്ങളാണ് ഇവാഞ്ചലിസ്റ്റുകൾ. അജണ്ട വേറെയാണ്. അതിൻ്റെ പ്രശ്നമാണ് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഇപ്പം മുസ്ലിം തീവ്രവാദം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രം തീരെ കൊടുത്താണല്ലോ. നോർത്ത് ഈസ്റ്റ് തീവ്രവാദികൾ ആരാ? മുസ്ലിങ്ങളാണ്. നോർത്ത് തീവ്രവാദികൾ മുസ്ലിങ്ങളാണ്. അമേരിക്കൻ ആയുധങ്ങളായിട്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോരാടി ആരാ? മുസ്ലിംസ് അല്ല അത് ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളാണ്. ലോകത്തെ ടെററിസം ഉണ്ടാക്കിയത് ആരാ ആധുനിക കാലഘട്ടത്തിൽ? സിയോണിസ്റ്റുകളാണ്. പിന്നെ നമ്മൾ ഈ തോൽക്കുന്നവനാണ് എപ്പോഴും തീവ്രവാദത്തിനെ, അതൊരു ഭീരുത്വമാണ് തീവ്രവാദം, ആത്മഹത്യ ഭീരുത്വം എന്ന് പറയുന്ന പോലെ. തോൽക്കുന്നവനാണ് തീവ്രവാദത്തിൽ അഭയം ഭാവിക്കുക, ഒരു മാസ് കില്ലിങ്, കൊളാട്രൽ ഡാമേജ്, എനക്കൂട്ടത്ത് പോയി ബോംബ് വെക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അത് ഈ അറബികൾ തോൽക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പണ്ട് ജൂതന്മാരെടുത്ത പണി അവരെടുത്തു. അപ്പോൾ ജൂതന്മാർ കരച്ചിൽ തുടങ്ങി, ഇതേ ഞങ്ങൾക്ക് തീവ്രവാദികളാക്കാൻ വയ്ക്കുന്നത്, ഇവരാണ് തീവ്രവാദം തുടങ്ങി വെച്ചത്, അതുപോലെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ. അതെനിക്ക് തോന്നുന്നു വേറെ എന്തോ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റാണ് ബി ജെ പിക്ക് തോന്നുന്നത്. അത് നോർത്ത് ഈസ്റ്റ് വിടാൻ പറ്റില്ല. കാരണം അവിടെ ഒരു അമേരിക്കൻ രാജ്യം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അവർ. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ബംഗാളിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എവിടെ കൊണ്ടുവച്ച കുരിശു കുത്തി പോലെ എവിടെ കൊണ്ടുവച്ചാൽ അവിടെ കിടന്നോളൂ. അതാണ് ബംഗാളിൻ്റെ ഒരു ആദ്യം കോൺഗ്രസ്സുകാരാണ് അണ്ടറിലായിരുന്നു, പിന്നെ CPM-ൻ്റെ ആയി. പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും പ്രത്യേകിച്ച് പുരോഗതി ഉണ്ടായിരുന്നില്ല. 1911 വരെ ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു ബംഗാൾ. ആ ഒരു പിന്നെ ഗ്രാൻഡറൊന്നും ഇപ്പോൾ ഇല്ല അവർക്ക്. ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുക. ഒരു അംബാസിഡർക്കാരൻ്റെ ഫാക്ടറി ഉണ്ട്, ആ കൂട്ടിപ്പോയി. അവിടെ ഫാക്ടറി തുടങ്ങാൻ പോയ ടാറ്റേനെ ഓടിച്ച് ഗുജറാത്ത് വരെ വിടിപ്പിച്ചു. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇപ്പം തൃണമൂലിലാണ് അവരുടെ ഒരു ഫാഷൻ. പക്ഷെ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ RSSൻ്റെ ഒരു സൈലൻറ്റ് വർക്കുണ്ട്. അതൊരു അനുകൂലമായ സാഹചര്യത്തിൽ അത് പെട്ടെന്ന് ഫലം ചെയ്യും. കഴിഞ്ഞ ഇലക്ഷൻ അവർ പിടിക്കുമെന്ന് വിചാരിച്ചാണ്. അതെനിക്ക് തോന്നുന്നുണ്ട് റിപ്പബ്ലിക് അർണവ് ഗോസ്വാമിൻ്റെ ഞാനും ഉണ്ടായിരുന്നു. ഈ കപിൽ എന്നവൻ്റെ ഒരു പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്നു. അപ്പോൾ അർണവ് അവിടെ BJP ജയിക്കും, പ്രശാന്ത് കിഷോർ പണി നിർത്തി പോകുമെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് BJP അവിടെ രണ്ടാമതാവുന്നു, തൃണമൂൽ ഒന്നാമതായിരുന്നു. അപ്പോൾ അർണവ് ചോദിച്ചു പരിപാടി നിർത്തി പോകുന്നു. പ്രശാന്ത് ഞാൻ പരിപാടി നിർത്തി പോവുകയാണ്, ഞാൻ ഐപാക്ക് കിറ്റ് ചെയ്യാണ്, അവിടെ നടത്താൻ വേറെ ആളുകളുണ്ട്, ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പ്രശാന്ത്. അങ്ങനെ അതന്ന് അർണവിനായിട്ട് വലിയ അടിയായിരുന്നു. അപ്പോൾ ഇപ്പം പക്ഷേ അവർക്കെതിരെ ചില കേസസ് കാര്യങ്ങളൊക്കെ, പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം, അങ്ങനെ വിഷയങ്ങളൊക്കെ അവർക്കെതിരെ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഹിന്ദു വംശഹത്യ ഒരു പ്രദേശത്ത് നടന്നിരുന്നു, തൃണമൂലിൻ്റെ ആളുകൾ. ഇതൊക്കെ ഒരു വിഷയമായിട്ട് BJP-ക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും എത്രത്തോളം യേശുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബംഗാൾ സ്ഥലത്ത് വെച്ചാൽ കുറേ 10-20 വർഷം അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ബംഗാളികളുടെ സ്വഭാവം. അപ്പോൾ ഇനിയും തൃണമൂൽ അവിടെ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല, നോക്കട്ടെ എങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തെക്ക് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ ബീഹാറിൻ്റെ അലയൊലികൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ ഏത് തരത്തിലായിരിക്കും? 1% കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ട് വരില്ലേ BJP-ക്കാർക്ക്? പിന്നെ ഇവന്മാർ പണ്ടാണ് കോൺഗ്രസിൻ്റെ കാര്യം ഇനി നോക്കണ്ട എന്നുള്ളതുകൊണ്ട് കുറച്ച് കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളും കൊണ്ട് ഇവന്മാർ പിടിക്കും.
ഓ, അപ്പോൾ കോൺഗ്രസിന് അത് ഡയറക്റ്റായിട്ട് തിരിച്ചടിയാവും അല്ലേ? ഇനി കേരളത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഇന്റലക്ച്വൽ പൊളിറ്റിക്സിന്റെ സ്ഥലമാണ്. അതുകൊണ്ടല്ലേ മോഡി കേരളത്തിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോഡി സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ എന്ത് സന്തോഷമായിരുന്നു. കേരളാസയെന്നോ? കാരണം കേരളം മാത്രമാണ് ഇന്ത്യയിൽ ഇന്റലക്ച്വൽ പൊളിറ്റിക്സ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഇന്റലക്ച്വലി അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഈഴവൻ നായരും എങ്ങനെയാണ് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുക? ഇവിടെ അവർ ഈഴവൻ നായരും മുസ്ലിം BJP ആദരിക്കാൻ കാരണം എന്താണ്? BJP ആദരിക്കാൻ BJPയുടെ ഇവർ പറയുന്ന ഫാസിസ്റ്റ് നിലപാട്. ഈ ഫാസിസ്റ്റ് നിലപാട് ആർക്കെതിരാണ്? ഈഴവനും നായർക്കെതിരാണ്? അല്ല. ഈ ഫാസിസ്റ്റ് നിലപാട് ബേസിക്കലി മുസ്ലിങ്ങൾക്കെതിരാണ്. മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാധ്യത ഈഴവനും നായർക്കും എന്താണ്? അതാണ് കേരളത്തിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മേൽക്കൈ എന്ന് വെച്ചാൽ മനുഷ്യനെ മതത്തിന് ജാതി മതത്തിനടുത്ത അതീതമായിട്ട് ചരിത്രപരമായിട്ട് ഇവിടെ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു മുസ്ലിംസും ക്രിസ്ത്യൻസും. അവർ കച്ചവടക്കാരായതുകൊണ്ട് വൈശ്യന്മാരുടെ ജോലി അവരാ ചെയ്തത്. ആ ഒരു ബന്ധം ഇന്നും ആളുകളെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ BJP എന്ന നായർക്ക് വളരെ സന്തോഷമല്ലേ? അതിന് മുസ്ലിംസ് കിട്ടുന്നവൻ നായർക്ക് കിട്ടും, അതിൻ്റെ ഗുണം കൂടി ആർക്ക് കിട്ടും? ഈഴവനും കിട്ടും. അപ്പോൾ പിന്നെ ഈ മുസ്ലിംസിനൊന്നും കൊടുക്കാൻ BJP അവരുടെ വോട്ട് അവർക്ക് ആവശ്യമില്ല. ക്രിസ്ത്യാനികളുടെ വോട്ട് ശരിക്കും അവർക്ക് ആവശ്യമില്ല. കേരളത്തിൽ ആവശ്യമുണ്ടെങ്കിലേ ഉള്ളൂ. ഹിന്ദു കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഈ നായർ ഈഴവനും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടൊക്കെ എല്ലാം സംഭവിക്കുന്നില്ല? ബിക്കോസ് നമ്മളൊരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ യൂറോപ്പിലൊക്കെ ഉള്ള വളരെ എലീറ്റായിട്ട് പൊളിറ്റിക്സാണ്. അതുകൊണ്ട് എലീറ്റായിട്ടുള്ള ഇൻ്റലക്ച്വൽ പൊളിറ്റിക്സ്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ മലയാളി അത് മാറിയിട്ട് ഈ ഇൻ്റലക്ച്വൽ പൊളിറ്റിക്സ് മാറിയിട്ട് ഫ്രീ ബി പൊളിറ്റിക്സിലേക്ക് മാറുന്നുണ്ട്. ഫ്രീ ബി അടുത്ത ഘട്ടത്തിലേക്ക്. കാരണം നമ്മുടെയൊക്കെ ജനറേഷന് ശേഷം അല്ല നമ്മുടെ ജനറേഷനൊക്കെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ അച്ഛൻ്റെയൊക്കെ ജനറേഷൻ ഈ പ്രബുദ്ധരുടെ കാലമാണ്. മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളെ കൂട്ടത്തിൽ നമുക്കെന്ത് കിട്ടിയെന്നല്ലേ നമ്മളെ ആളുകൾ നോക്കാറുള്ളൂ. നമ്മളെ ഏജ് തൊട്ട് താഴോട്ടുള്ളത്. അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ പിള്ളേർക്ക് ലാപ്ടോപ്പ് ഫ്രീ ആയി കൊടുക്കുന്നു, അരി ഫ്രീ ആയി കൊടുക്കും. നമ്മളെ പിള്ളേർക്ക് ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബജാജിന് ലോൺ മേടിച്ച് കയറ്റ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഒരു ഗവൺമെൻറ് വന്ന് പിന്നെ പിള്ളേർക്ക് മൊബൈലും സൈക്കിളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതല്ല നല്ലതെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അന്നപ്പോഴാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ് പൊതുവേ ജനങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ മലയാളത്തിൽ ആ മുമ്പുള്ള അടുപ്പമല്ല. ഇപ്പോൾ മുസ്ലിം വിരുദ്ധത കേരളത്തിൽ വളരെ ശക്തമാണ്. അതിന് ഈ പറയുന്ന BJPക്കാരും ക്രിസംഗി എന്ന് പറയുന്ന ആളുകൾ മാത്രമല്ല, മുസ്ലിങ്ങളും അത് വലിയ പരിധി വരെ കാരണക്കാരാണ്. അവർ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോകുന്നു. മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളുന്നില്ല. ആരോ പറയുന്നതിനനുസരിച്ച് അവർ താളം തട്ടുന്നു. എക്സാക്ട്ലി. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് അത് കാരണമായിരിക്കും. ഇത് എക്സ്ട്രീമിസ്റ്റുകളുടെ ചില ഇടപെടലുകൾ മുസ്ലിം സമുദായത്തെ ആകെ ചിലപ്പോൾ ദോഷകരമായി ബാധിച്ചേക്കുമോ എന്ന നിരീക്ഷണം വരുന്നുണ്ട്. അതിനോട് എന്താണ് പറയുന്നത്? അല്ല, ദോഷമായിട്ട് ബാധിക്കും. അതിന് മുസ്ലിം സമൂഹത്തെ പറ്റിയുള്ള ഇമേജ് നിങ്ങൾ മോനോട് അന്വേഷിച്ചു ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുന്നു. കണ്ടതിന് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നു, തട്ടിട്ട് വരണമെന്നോ വാശി പിടിക്കുന്നു. അതിനുശേഷം ഏതൊരു പള്ളിയിൽ കോളേജില്ല, ഈ ഹിന്ദു കോളേജ് തന്നെ തോന്നുന്നു, ശബരിമല ഡ്രസ്സ് ഇട്ട് പോയിട്ട് അത് പറ്റില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ വലിയ വിവാദമായില്ല. നമ്മുടെ ആളുകൾ പറഞ്ഞത് വലിയ വിവാദമാവുന്നു. അപ്പോൾ വിവാദമാവുകയും ചെയ്തു. അത് വിവാദമാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. ഞാൻ പിന്നെ കേട്ട് 70 കുറേ പിള്ളേരോട് പറഞ്ഞു, ഒരു കുട്ടി മാത്രമാണ് അത് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിള്ളേർക്ക് എഡ്യൂക്കേഷനല്ലേ പ്രധാനം. അപ്പം അങ്ങനെ കൈവിട്ട് കേസ്, ഇങ്ങനെ ഓരോ കേസിലും എന്തുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റി ജീസസിനെ പറ്റിയൊക്കെ എന്ത് മോശമായിട്ട് പലരും പറയാറുണ്ട്. യുക്തിവാദികളൊക്കെ ഈ ക്രിസ്ത്യാനികൾ പോയി കൈവെട്ടിയോ? അല്ല, ഈ എലീറ്റ് പൊളിറ്റിക്സിൻ്റെ നാടാണ് കേരളം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ? അല്ല, ആ കാലഘട്ടം മാറിയാ. നമ്മളെ ഇയാളെ അച്ഛൻ്റെ എൻ്റെ പാപ്പൻ്റെ കാലഘട്ടമായിരുന്നു. നമ്മുടെ കാലഘട്ടം നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കുന്ന കാലഘട്ടമാണ്. അവരുടെ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ലായിരുന്നു. അവർ പോയി പണിയൊക്കാൻ പറയും. നമ്മളെ കാലഘട്ടത്തിൽ അതല്ലേ, ഇവന്മാരെ കൊണ്ട് 4 വോട്ട് കിട്ടി നമുക്ക് ഇലക്ഷൻ നിൽക്കാൻ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ ചെയ്തില്ല നമ്മൾ മണ്ടന്മാരായി. അങ്ങനെ മണ്ടനായി പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും BJPയുടെ RSSൻ്റെയും തന്ത്രം? കേരളവും തമിഴ്നാടും പിടിച്ചെടുക്കുക. കേരളത്തിലൊരു പ്രശ്നം വെച്ചാൽ ഇപ്പം BJP ചെയ്യുന്ന വലിയ പ്രശ്നം, കോൺഗ്രസ് തന്നിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയനും CPM വളരെ പോപ്പുലറാണ്. പോപ്പുലർ വന്നത് വെറുതെ പോപ്പുലർ ആവുന്നതല്ല, ഇവർ എല്ലാ സ്ഥലത്തും എത്തുന്നു. ഇപ്പം ലിയോയുടെ അമ്മേൻ്റെ ആയത് നല്ലത്. ലിയോയുടെ അമ്മ എത്ര ദിവസം ഈ അടുത്ത കാലത്ത് ലിയോക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് പോലല്ലേ, അവർ ഫുൾ ടൈം ഫീൽഡിലാണ്. അതാണ് കാര്യം. ഇവർ ഈ ഫുൾ ടൈം ഫീൽഡിൽ കമ്മിറ്റ്മെൻറ്റാണ്. അത് അവിടെ അപ്പത്തില്ല. അപ്പോൾ BJPക്കാർക്ക് എന്തിങ്ങനെ ഓടിയാലും ഇവരെ എടുത്തെത്താൻ പറ്റും. ഇവർ ട്രെയിനിങ് ആണത്. SFI കാണുന്ന തൊട്ടേ, SFIക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന തൊട്ടുള്ള ട്രെയിനിങ് ആണ്, പ്രോപ്പർ ട്രെയിനിങ് ആണ്. അതിൻ്റെ ഒരു ഗുണം ഇവർക്കുണ്ട്. എല്ലാവരും വീട്ടിൽ ഇവരെത്തും. മറ്റേത് കോൺഗ്രസ്സുകാരും BJPക്കാരും പോയി മിക്കവാറും എത്തിക്കാൻ, BJPക്കാർ പിന്നെയും മാറ്റം. ഈ പൊതുവെ രാഷ്ട്രീയക്കാരൻ ഒരു മരണം വീട്ടിൽ പോയാൽ ശവമായിട്ടും കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ SFIയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, SFIക്ക് പണ്ട് ഒരു ഇൻ്റലക്ച്വൽ മുഖമുണ്ടായിരുന്നു. അവർ പല അക്രമ സമരങ്ങളുടെയും ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും വെറുപ്പ് ഇരന്ന് വാങ്ങുന്ന ഒരു തലത്തിലേക്ക് അവർ അധപ്പതിച്ചിരുന്നില്ല. ഇപ്പോൾ ആ ഒരു അവസരം ഇപ്പോൾ ഇൻ്റലക്ച്വലിസത്തിൻ്റെ ആവശ്യമില്ല.
ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയ ക്യാമ്പസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഈ ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ പിള്ളേർക്ക് ഇഷ്ടമല്ല, അവർക്ക് ഡി ജെയും കാര്യങ്ങളൊക്കെ മതി. പിന്നെ ഈ പറയുന്ന സൈക്കോകൾക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ട്രെൻഡ്. അതുകൊണ്ട് വെറുതെ ഇൻ്റലക്ച്വലൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സെൽഫിയുടെ കാലമായി പോകും. അതാണ് ചിന്ത ചേർക്കാമെന്ന് പറ്റി. ഇന്ന് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ ആണോ അതോ ന്യൂ ജനറേഷൻ ആണോ, ഇത് രണ്ടിൻ്റെ ഇടയിൽ കളിച്ചാണ് സെൽഫിയുടെ ആളായിപ്പോയത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില ക്യാമ്പസുകൾ തല്ലിയാലേ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ തല്ലിയില്ലെങ്കിൽ മറ്റവന്മാർ കയറി വരും. അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കുക. ജനാധിപത്യമൊക്കെ പുറത്ത് വന്നാൽ മതിയല്ലോ, അവർ തല്ലും. ഇതിവർ മാത്രമല്ല, മറ്റവരും തല്ലുന്നുണ്ട്. അതാണ് മറ്റവർക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകൾ KSUക്കാർ തല്ലുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ തല്ലുന്നുണ്ട്. തല്ലൊരു അപ്പോൾ അത് ഒരു പൊതു സംസ്കാരമായി മാറി. ഇപ്പം നിങ്ങളിതൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ലേ. ഇപ്പം ഫ്രീ ബീസും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓക്കെ ഫ്രീ ബീസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ചർച്ചകളാകുന്നില്ല, പക്ഷേ ഫ്രീ ബീസ് ഒരുപാട് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇനി വരുന്ന ഒരു 10 വർഷത്തിൽ നിർണായകമായിരിക്കുമോ? അവിടെ ഒരു വലിയ സ്പേസ് ഇപ്പോൾ 20-ൽ നിന്നും എത്ര ശതമാനത്തിലേക്ക് BJPക്ക് വളരാൻ സാധിക്കും? അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും? അതുപോലെ CPMന് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഈ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഇതിനെ പറയാൻ? ഒന്ന് കോൺഗ്രസിൻ്റെ ഭാവി ഈ നിയമസഭാ ഇലക്ഷൻ നിർണ്ണായക. ഇത്തവണ അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ നിർണ്ണായകം. പഞ്ചായത്ത് ഇലക്ഷൻ ഏതാണ്ട് നെക്ക് വന്നിട്ടില്ലെങ്കിൽ ആളുകൾ നിയമസഭാ ഇലക്ഷൻ മുഖം ചിന്തിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോൺഗ്രസ് എന്തോ ഒരു കോൺഫിഡൻസ് അവർ ഇപ്പം കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഷാഫി ബേസ്ഡ് ആണോ സതീശൻ ബേസ്ഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്നുള്ള വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് BJPക്ക് മോഡി എന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇന്ദിരാഗാന്ധി, കരുണാകരൻ, അതുപോലെയാണ് പിണറായിക്ക് ശേഷം എന്തിനും മനുഷ്യ ചിരഞ്ജീവികളല്ലല്ലോ. വളരെ കൃത്യമായ സിസ്റ്റം ഉണ്ടാക്കി അത് പുതിയ കാലഘട്ടത്തിൻ്റെ സെൻസേഷൻ മനസ്സിലാക്കി ആ രീതിയിൽ അവരുടെ പണ്ടത്തെ പ്രവർത്തനം ആ രീതിയിൽ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊരു സ്പേസ് ഉണ്ടാവും. അത് സ്പേസ് എന്ന് പറയുമ്പോൾ അവർ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയിലേക്ക് ഒരു മൈനോറിറ്റി പാർട്ടി എന്നുള്ള ഇമേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ 10 വർഷം കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ നമ്മളെ കാണുന്ന സീനിയർ സിറ്റിസൺസ് ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പറയുന്ന മുസ്ലിം സ്നേഹവും ക്രിസ്ത്യൻ സ്നേഹവും ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അത് അവർ കാണുന്നത് മൊത്തം അങ്ങനെയാണ്. ഈ കാശ്മീരിലെ പിള്ളേരെ പറ്റി പറയും. ഈ കാശ്മീരിൽ ഇപ്പോഴുള്ള പിള്ളേരാണ് 30 വയസ്സുള്ള പിള്ളേരാണ്, തീവ്രവാദം തുടങ്ങിയ അതിനുശേഷം ജനിച്ചുള്ള. അവർ ഇന്ത്യൻ പട്ടാളത്തെ കാണുന്ന അഗ്രസറായിട്ടാണ്. മുമ്പുള്ള ആളുകൾക്കാണ് മറ്റേ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു അഗ്രസർ എന്ന രീതിയിലാണ് ഇന്ത്യൻ പട്ടാളത്തെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പട്ടാള ഇമേജ് പരമാവധി ബിൽഡ് ചെയ്യും. പട്ടാളത്തിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വിഷയം, ഈ പറഞ്ഞ ഒരു കാര്യം, ഇവരെങ്ങനെ ചിന്തിക്കുന്നു, അതായത് പുതിയ ജനറേഷൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളൊരു വിഷയം അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലേക്ക്, അതായത് യുവജന വിഭാഗത്തിലേക്ക് ശക്തമായി കടന്നു കയറാൻ പാകത്തിലുള്ള നീക്കങ്ങൾ തന്നെയല്ലേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? രാജീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ രാജീവിന് എത്ര സപ്പോർട്ട് BJP കിട്ടുമെന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാലൊക്കെ പറയാൻ പറ്റും. ആ ഒരു സാഹചര്യം ഉണ്ടോ? അതുണ്ട്. രാജീവിനെ പലർക്കും ഇഷ്ടമല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഭിമാനമാണ് ഞാൻ രാജീവ് എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വളരെ നിർണായകമാണ്. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി എങ്കിൽ പോലും ഞാൻ കാണുന്നൊരു കാര്യം വെച്ചാൽ അപ്പോൾ ഈ പുതിയ പിള്ളേരുമായിട്ട് ഡീൽ ചെയ്യാൻ ശേഷിയുള്ള ലീഡർഷിപ്പ് SFIയിലോ DYFIയിലോ ABPയിലോ യുവമോർച്ചയിലോ കോൺഗ്രസ്സിലോ ഒന്നുമില്ല എന്നുള്ളതാണ്. അവരെ പിന്നെയും ഡീൽ ചെയ്യുന്ന ഈ അവരുടെ കമ്മ്യൂണൽ മതപരമായ സാധനം മുസ്ലിം സമുദായ സംഘടന, ക്രിസ്ത്യൻ സമുദായ സംഘടനകൾ നന്നായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലും കാണാൻ പറ്റും. അത് നെഗറ്റീവ് സാധനങ്ങൾ, അവരെ പോസിറ്റീവ്സ് അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതാണ് അതിവിടെ നമ്മളെ മെയിൻ സ്ട്രീം രാഷ്ട്രീയക്കാർക്ക് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കളാണല്ലോ അവർക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. പിന്നെ നമുക്ക് എന്താ പണിയില്ലേ. ഓക്കെ, ഇത് നമ്മൾ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ അണ്ണാമലൈ പുറത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത്ര രീതിയിൽ അവിടെ ഒരു കടന്നുകയറ്റത്തിന് സാധിച്ചില്ല എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ ബീഹാറിനെ ബേസ് ചെയ്താണല്ലോ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ സംസാരിച്ചത്. ഇനി തമിഴ്നാട് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷ്കില്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ആൻറ്റി BJP സ്ഥാനം അവിടെ കോൺഗ്രസിൻ്റെ വലിയ RSS വിളിച്ച ആളുകളാണ് അവർ. അത് വളരെ ശക്തമാണ്. ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഡോമിനൻസിനെക്കാട്ടും ശക്തമാണ് അവിടെയുള്ള ദ്രവീഡിയ ഡോമിനൻസ്. കമ്മ്യൂണിസ്റ്റ് ഡോമിനൻസ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്നൊരു സാധനമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒലിച്ചു പോയി തരും. അവിടെ അതല്ല, ആ മണ്ണിനുള്ളിൽ തന്നെ ഈ ക്രിസ്ത്യൻ മിഷണറീസ് ആൻറ്റി ഇന്ത്യനായി ഉണ്ടായിക്കൊണ്ടുവന്ന സാധനമാണ്. അത് ഈ രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തു. പെരിയോറിനെ പോലുള്ള ആളുകൾ ഏറ്റെടുത്തു. ഇപ്പോൾ അവർ കുടുംബം നന്നാക്കാൻ വേണ്ടി അത് നന്നായി വിറ്റ് കാശാക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയക്കാർ ഏതവൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും തമിഴ് വികാരം ശക്തമാണ്. അതെ, ഇവിടെയൊക്കെ മലയാളികൾക്ക് അങ്ങനെയൊന്നുമില്ല വിപണിയൊക്കെ. അപ്പോൾ ആ തമിഴ് വികാരം എന്ന് വെച്ചാൽ ആൻറ്റി നോർത്ത് ഇന്ത്യൻസും ആൻറ്റി ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമാണ്. അത് വളരെ റൂട്ടണാണ്. അവിടെ സഖ്യത്തിലൂടെ അധികാരത്തിൽ വരുന്നുണ്ടാവും. പക്ഷേ നമ്മളീ പറയുന്ന അടുത്ത ജനറേഷൻ്റെ ഒരു പാൻ ഇന്ത്യൻ ഇമേജ് കേരളത്തിലെ പോലെ അവിടുത്തെ ശക്തമല്ല.
ഓക്കെ. മാത്രമല്ല അവിടെ വിജയ് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓക്കെ. അണ്ണാ വിജയ് പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ? നൽകുന്നുണ്ട്. അണ്ണാമലയും പ്രതീക്ഷ നൽകുന്നുണ്ട്. അവരൊരുമിച്ച് വരുമെന്ന് അറിയുന്ന നമുക്ക്. ഇരുവരും തമ്മിൽ സംസാരിക്കുമ്പോൾ പരസ്പര ആക്രമണം ഉണ്ടായിരുന്നില്ല ആ വിജയും? നിതീഷ് കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് അവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് BJP ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് ഇരിക്കുകയും ഫസ്റ്റ് ഇൻ കമാൻഡ് വിജയ്ക്ക് കൊടുക്കുകയും ചെയ്താൽ ചിലപ്പോൾ അവിടെ വർക്കൗട്ടാവും. വർക്കൗട്ടാവും. അല്ലെങ്കിൽ BJP എന്ത് പറയുന്നത് അതിനെതിരാണ് വിജയ്. BJP എന്ത് പറയുന്നത് അതിനെതിരായിരുന്നു നിതീഷ്. അപ്പോൾ അതേപോലെ ഒരു സംഭവം അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ അത് ഗുണം ചെയ്യും. ഇവിടെയാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞൊരു ആ ഒരു അപ്രോച്ച്, അതായത് ഏത് സംസ്ഥാനത്ത് ഏത് പ്രാദേശിക പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിക്കുന്നോ അല്ലെങ്കിൽ BJP പ്ലാൻ ചെയ്യുന്നോ അവരെ തകിടം മറിച്ചിടാതെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോര് നയിക്കുക, ആ ഒരു രീതിയായിരിക്കും മറ്റു പല സംസ്ഥാനങ്ങളിലും കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ. അനുകൂലമായ സാഹചര്യം എന്ന് വെച്ചാൽ വിജയ്ക്ക് ഒരു കാരണവശാലും ഇവന്മാരുടെ ദ്രവീഡിയൻ കുടുംബവാഴ്ച വിജയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് വിജയുടെ പൊളിറ്റിക്സ്. വിജയ് എന്ന് വെച്ചാൽ ഒരു സെക്കുലർ ലിബറൽ, അതാണ് കൺവേർഷൻ ലോബിയുടെ ഒരു സ്വാധീനം വിജയിലുണ്ട്. വിജയ് ഇടയ്ക്കിടയ്ക്ക് ജോസഫ് എന്ന് പറയേണ്ട ഒരു ആവശ്യം വിജയ്ക്കില്ല. അത് പറയുന്നത് അപ്പോൾ അതാണ് സംശയം ഉണ്ടാക്കുന്നത്. അങ്ങനെ വിജയ് വളരെ അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോയപ്പോഴാണ് മറ്റേ നാൾ പണി കൊടുത്തത്. എന്താണ് അവൻ്റെ പേര്? അവിടുത്തെ MLA ഉണ്ടായിരുന്നല്ലോ, അഴിമതിക്കാരെ, വിജയിൻ്റെ പ്രശ്നത്തിലെ വില്ലൻ. അതോടുകൂടി വിജയിൻ്റെ പ്രശ്നം വിജയ് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് വരാത്ത ആളായതുകൊണ്ട് വിഷയം വന്ന് വിജയ് തളർന്നു പോയിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് വിജയ് പരാജയമായിരുന്നു. വിജയുടെ കോൺഫിഡൻസിന് വലിയ ഇടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവിടെയാണ് അണ്ണാമലയ്ക്ക് വിജയിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ കറപ്റ്റഡ് അല്ലാത്ത 2 പൊളിറ്റീഷ്യൻസേ ഉള്ളൂ, ഒന്ന് അണ്ണാമലയും ഒന്ന് വിജയാണ്. ബാക്കിയെല്ലാം അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ബീഹാർ മോഡൽ സാധനം അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഇങ്ങ് തെക്കൻ ഭാഗത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ചാ വിധേയമാക്കി, കേരളത്തിൻ്റെ ആണെങ്കിലും തമിഴ്നാട്ടിലെ ആണെങ്കിലും. എന്തായാലും വളരെ ശക്തമായ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനം BJPക്കുണ്ട്. അത് RSSനുണ്ട്. RSSൻ്റെ കരുത്ത് ഈ പല സംസ്ഥാനങ്ങളിലും അവർക്ക് കടന്നു കയറാൻ സാധിക്കാതിരുന്ന പല സംസ്ഥാനങ്ങളിലും BJPക്ക് ഇപ്പോൾ വളരെ വളരെ ആശ്വസിക്കാവുന്ന റിസൾട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പല സ്ഥലത്തേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിക്കും. എന്തായാലും കേരളത്തിലെ ഇലീറ്റ് പൊളിറ്റിക്സിലേക്ക് അവർക്ക് ആധിപത്യം സ്ഥാപിക്കുവാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. പുതുതലമുറയുടെ ചിന്താഗതി മാറുകയാണ്. അതിനൊപ്പം മാറുന്ന നേതൃത്വം ഉണ്ടായാൽ ചിലപ്പോൾ അവിടെ സാധിച്ചേക്കും. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് ബീഹാർ മോഡൽ അവിടെ നടപ്പിലാക്കാൻ സാധിക്കും BJPക്ക്, വിജയെയും അണ്ണാമലയെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, വിജയിയെ മുന്നിൽ നിർത്തി പോര് നയിച്ചുകൊണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ ആഴത്തിലുള്ള ഒരു വിശകലനമാണ് ഇന്ന് ടോക്കിംഗ് പോയിൻ്റ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമസ്കാരം.